ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മാസ്ത്രങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഉച്ചയായി ഇവിടെ ഏകദേശം കേട്ടോ. ഇപ്പം ഒരു മണിയായി. അപ്പം ഞാൻ വിചാരിച്ചു ചെറിയ വീഡിയോ പെട്ടെന്ന് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഭയങ്കര ഒരു ചുഴലിക്കാറ്റ് പോലത്തെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാറ്റാണ് കേട്ടോ. അതിനെന്തോ ഒരു പേര് പറയും. അപ്പോൾ ആ കാറ്റാണ് ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ്ട് നമ്മുടെ മരങ്ങളെല്ലാം കിടന്ന് ആടുന്നു. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വീഡിയോ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ്, കമൻറ്റ്, ഷെയർ ഇതൊക്കെ ചെയ്യണേ. അപ്പോൾ നമ്മുടെ കുക്കിംഗ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. താങ്ക് യു. ഞാനിവിടെ ഇതാണ്ടേ ഇന്ന് ചോറൊക്കെ ഉച്ചയ്ക്ക് പെട്ടെന്ന് ഉണ്ടാക്കി വെച്ചു. ഉണ്ടാക്കിയ ശേഷമാണ് പിന്നെ എന്നാ പറയണ്ടേ, പകുതി കാര്യങ്ങൾ ഉണ്ടാക്കിയ ശേഷമാണ് ഈ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഞാൻ നല്ലൊരു മത്തിക്കറി, മുളകിട്ട മത്തിക്കറി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 മണിയായി. അപ്പം അത് ഇപ്പോൾ പകുതി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഇതെല്ലാം ഓർക്കുന്നത് കേട്ടോ, വീഡിയോ എടുക്കണമെന്ന്. പിന്നെ ഞാൻ ഇന്ന് വിചാരിച്ചു നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ ഇങ്ങനെ വറുത്തിട്ട് ഒരു ഗ്രേവി പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളുകളായി കേട്ടോ വറുത്ത് വെക്കുന്നത് കേട്ടോ. പണ്ടൊക്കെ ഡൽഹിയിലായിരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾ എപ്പോഴും വറുത്ത് വെക്കുമായിരുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ വറക്കൽ കുറവാണ്. പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു കുറേ നാൾക്ക് ശേഷമല്ലേ, വറക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പം ഞാൻ ഇതിനകത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, പിന്നെ ഉപ്പ്, ഇതെല്ലാം കൂടിയാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ വറക്കുന്നത് എങ്ങനെയാണ്. പിന്നെ ഞാനൊരു വീഡിയോ എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാവർക്കും എന്നാണ്ട് വിശേഷമൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നല്ലൊരു ശനിയാഴ്ച അല്ലേ. പക്ഷേ ഇവിടെ ചെറിയൊരു മഴ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ചെറിയ കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഞാൻ പാത്രം, നമ്മുടെ പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് കറികൾ കൂടുതൽ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നാളെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സൺഡേ സ്കൂളും കുർബാനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ സമയമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഉണ്ടാക്കി വെക്കുന്നത് കേട്ടോ. നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പാനിനകത്ത് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു. ഒത്തിരി എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞല്ലോ, ഒത്തിരി ഞാൻ ഒഴിക്കാറില്ല കേട്ടോ. പിന്നെ അതിന് ശേഷം ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് വെജിറ്റബിൾ ഒരു തോരനും ഉണ്ടാക്കണം. അപ്പോൾ ഇന്നത്തെ കറി എന്നാക്കിയാന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സ്ഡ് വെജിറ്റബിളും പിന്നെ നമ്മുടെ ചിക്കൻ ഒരു ഗ്രേവി ആയിട്ട്, പിന്നെ നമ്മുടെ മീൻകറി നിങ്ങളെല്ലാവരും ഇതുപോലെയൊക്കെ തന്നെയാണ് എല്ലാവരും വെക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. മുളകിട്ട മീൻകറി. ഞാൻ സവാള ഇടാറില്ല കേട്ടോ. അപ്പോൾ ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ചിക്കൻ അതിനകത്തോട്ട് ഇടാം. ഇതാണ് നമ്മുടെ ചിക്കൻ. എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് വേഗം ചിക്കൻ ഇങ്ങനെ എടുത്തു വെക്കാം കേട്ടോ. പിന്നെ ഇന്നെല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവർക്കും ഇന്ന് ഓഫായിരിക്കുമല്ലോ. നേഴ്സസിന് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും, നേഴ്സസിനും ഡോക്ടേഴ്സിനൊക്കെ ഒഴിച്ച് ബാക്കി എല്ലാവരും ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ ഓഫായിരിക്കും അല്ലേ. അപ്പം ഞങ്ങൾക്കും എനിക്കിന്ന് ഓഫാണ്. പുള്ളിക്ക് ഹസ്ബൻഡിന് ഡ്യൂട്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ്ട് ഏകദേശം നമ്മുടെ ചിക്കനൊക്കെ ഞാൻ എല്ലായിടത്തും ഒന്ന് വെച്ചിട്ടുണ്ട്. ഇത് ലാസ്റ്റത്തെ പീസാണ്. അപ്പം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിന്ന് അടച്ചു വെക്കാവേ. ഇതാണ് നമ്മുടെ ചിക്കൻ അടച്ചു വെക്കാം. ഇനിയിപ്പം കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. എന്നാലേ ഇന്ന് ഫ്രൈ ആയിട്ട് വരത്തുള്ളൂ. ഏകദേശം വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്നതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ചിക്കനെല്ലാം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ആ ഒരു ചട്ടിക്കകത്ത് തന്നെയാണ്, നമ്മുടെ ആ സെയിം എണ്ണയ്ക്കകത്ത് തന്നെയാണ് കടുകൊക്കെ പൊട്ടിച്ച് ഇതെല്ലാം കൂടെ വഴറ്റിയെടുക്കുന്നത് കേട്ടോ. ഇതല്ലേ. അപ്പം ഞാൻ നമ്മുടെ സവാളയും പച്ചമുളകും തക്കാളിയും എല്ലാം കൂടെ ഞാൻ ഇങ്ങനെ വഴറ്റുക കേട്ടോ. അപ്പം അതിനിടയ്ക്ക് പിള്ളേർ വന്നിട്ട് വറുത്ത ചിക്കൻ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം ഞാൻ കറി വെക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സവാള എല്ലാം കൂടെ ഇവിടെ വഴന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇതാണ് വേഗം ഒരു പച്ചക്കറികൾ ഉണ്ടാക്കി. ഇത് ഇവിടുത്തെ എന്തോ ഒരു ക്യാബേജ് പോലത്തെ ഒരു സംഭവമാണ്. ഇച്ചിരി ഞാൻ നീട്ടിയാണ് അരിഞ്ഞിരിക്കുന്നത്. എന്തായാലും തോരനാക്കി വഴന്ന് വരുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് അത് പൊടിഞ്ഞോളും കേട്ടോ. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും ആഡ് ചെയ്യുന്നില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും പിന്നെ കറിവേപ്പിലയും നമ്മുടെ എന്നാ പറയണ്ടേ പച്ചമുളകും, ഇത് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. സവാള ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല, കാരണം ഇത് ഓൾറെഡി ഒരു എന്നാ പറയണ്ടേ പച്ച ഇലയല്ലേ. അപ്പോൾ അതുകൊണ്ടാണ്. വേണമെങ്കിൽ ഇതിനകത്ത് കുറച്ച് തേങ്ങാപ്പീര വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സവാളയ്ക്ക് നമ്മുടെ ഈ വഴറ്റി വെച്ചിരിക്കുന്നതിനകത്തോട്ട് ഞാൻ നമ്മുടെ എല്ലാ മസാലപ്പൊടികളെല്ലാം ആഡ് ചെയ്തു കേട്ടോ. പ്രത്യേകിച്ച് വിവരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏതൊക്കെയാണെന്ന്. നമുക്ക് ഇനിയിപ്പം ഇതാണ്ട് ചിക്കൻ അങ്ങോട്ട് ഇടാവേ.
കണ്ട് നമ്മുടെ ചിക്കനെല്ലാം ഞാൻ ഇതിനകത്തിട്ട് മിക്സ് ചെയ്തു. പിന്നെ ഈ ചിക്കൻ കുറേ നേരം നമ്മളിങ്ങനെ പുറത്ത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എൻ്റെയും ക്ഷമ കിടും കേട്ടോ. ഞാനും ചിലപ്പോൾ എനിക്കും നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് ടെൻഡൻസി ഉണ്ടാവും നല്ല വറുത്ത സാധനം കഴിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ വേഗം അങ്ങോട്ട് കറക്കി നമ്മുടെ മിക്സ് ചെയ്ത് ഇതിനകത്ത് എല്ലാം മിക്സ് ചെയ്തു കേട്ടോ. വേഗം ഉണ്ടാക്കാനുള്ള തിരക്കിൽ എന്നാ പറയണ്ടേ, ഇത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കാണിച്ചില്ല കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെയാണ് സാധാരണ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ ഈ തോരനെല്ലാം കൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു നമ്മുടെ ക്യാബേജ് പോലത്തെ ഒരു തോരനാണ്, പക്ഷേ ഇച്ചിരി കൂടെ ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കറികളെല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട്. നമ്മുടെ തോരൻ സെറ്റായി. ഇതാണ് നമ്മുടെ നല്ല മുളകിട്ട മീൻകറി, നല്ല ടേസ്റ്റ് കേട്ടോ. ഞാൻ കഴിച്ച് നോക്കി, ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതെന്ന് പറയുന്നതല്ല, ഞാൻ കഴിച്ച് നോക്കിയിട്ട് തന്നെയാണ് പറയുന്നത്. മുളകിട്ട മീൻകറിയാണ്. പിന്നെ നമ്മുടെ ഇതാണ്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഫ്രൈ വിത്ത് ഗ്രേവി. പിന്നെ ഇന്നലത്തെ കുറച്ച് കറികളും മീൻ വറുത്തൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ പാചകം. ഇതാണ്ട് വീണ്ടും ഇവിടെ നല്ലൊരു കാറ്റ്, ഇങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള കാറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ചെറിയ വെയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സാമുണ്ട് അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. പുള്ളിക്ക് തണുപ്പൊക്കെ, മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് പുള്ളിക്ക് വലിയ താല്പര്യമില്ല പുറത്തോട്ട് ഇറങ്ങാനൊന്നും. ഇതുണ്ടല്ലേ, നല്ല കാറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.